26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഹോർമുസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകളിൽ നേരെയാണ് ശക്തമായ ആക്രമണം ഉണ്ടായത്. ഉടൻ തന്നെ അതിന് പ്രത്യാക്രമണം എന്ന രീതിയിൽ ഇറാനെതിരെ അമേരിക്കയും തിരിച്ചടി നൽകിയിട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര ജലപാതയിൽ വീണ്ടും ഇത്തരത്തിൽ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുന്നതിന് കനത്ത വില തന്നെ നൽകേണ്ടി വരുമെന്നാണ് ഇറാനെ ഇപ്പോൾ അമേരിക്ക ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഹോർമുസിൽ ഇനി ചരക്ക് കപ്പലുകൾക്ക് മുന്നോട്ട് പോകുന്നതിൽ ചില ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പലുകൾക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന കാര്യവും ഇതോടൊപ്പം വ്യക്തമായിരിക്കുകയാണ്. സമാധാനം പരിപാലിക്കപ്പെടില്ല എന്നുള്ള രീതിയിലുള്ള ആശങ്കകളടക്കം ഇപ്പോൾ നിലവിൽ ഉയർന്നു കേൾക്കുകയാണ്. വീണ്ടും ലോകം മറ്റൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമോ എന്നുള്ള ആശങ്കയടക്കം പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഹോർമുസ് കടലിടുക്ക് വഴി പോയ 3 വാണിജ്യ കപ്പലുകൾക്ക് ഇറാൻ ആക്രമണം നടത്തിയത് ഈ ഒരു കരാർ ലംഘനമാണെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാൻ പ്രകടിപ്പിച്ചിരിക്കുന്ന ഈ ആക്രമണ സ്വഭാവം അത് തികച്ചും അനാവശ്യമായിട്ടുള്ളതും അപകടകരമായിട്ടുള്ളതുമാണെന്നുള്ള മറുപടി നൽകിക്കൊണ്ട് തന്നെയായിരുന്നു അമേരിക്കൻ സെൻട്രൽ കമാൻഡ് രംഗത്ത് വന്നിരിക്കുന്നത്. 80-ലധികം ലക്ഷ്യങ്ങളിൽ കൃത്യമായ രീതിയിൽ ബോംബാക്രമണം തങ്ങൾക്ക് നടത്താനായി സാധിച്ചിട്ടുണ്ടെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഹോർമുസ് കടലിടുക്കിന് സമീപത്ത് സ്ഥാപിച്ചിരിക്കുന്നിടത്തൊക്കെ തന്നെ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ കമാൻഡ് ആൻഡ് കൺട്രോൾ ശൃംഖലകൾ, തീരദേശ റഡാർ സൈറ്റുകൾ, മിസൈൽ ശേഷി, അതുകൂടാതെ തന്നെ ഇറാനിയൻ സൈന്യത്തിന്റെ ചെറു ബോട്ടുകൾ, ഇറാനെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രത്യാക്രമണം നടത്തുന്നതും വെല്ലുവിളി ഉയർത്തുന്നതുമായിട്ടുള്ള ഈ ചെറു ബോട്ടുകളാണ്. മിസൈൽ വർഷിക്കാനൊക്കെ തന്നെ അവർ ഉപയോഗിക്കുന്നതും ഈ ചെറു ബോട്ടുകൾ തന്നെയാണ്. ഈ ബോട്ടുകളെയൊക്കെ തന്നെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നാണ് നിലവിൽ പറയുന്നത്. ബന്ദർ അബ്ബാസ്, അതുപോലെ തന്നെ സിരിക്, കിഷ്ദീദ് ഈ മേഖലയിലൊക്കെ തന്നെ ആക്രമണം നടത്തി. പക്ഷേ സ്ഥാപന ജംഗമ വസ്തുക്കൾക്ക് മാത്രമേ ആക്രമണം ഉണ്ടായിട്ടുള്ളൂ. അതല്ലാതെ മനുഷ്യർക്ക് നേരെ, സിവിലിയൻസിന് നേരെ ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇറാന് മേലുള്ള എണ്ണ ഉപരോധം താൽക്കാലികമായി പിൻവലിച്ചുകൊണ്ടുള്ള ഇളവ് അമേരിക്ക നൽകിയതിന് പിന്നാലെ ഈ ഒരു ആക്രമണം ഉണ്ടായി. അതിനുശേഷം തന്നെ ഇത് റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉപരോധം പുനഃസ്ഥാപിച്ച നടപടിയും ഈ ആക്രമണങ്ങളും ഒക്കെ തന്നെ വലിയ ആശങ്ക തന്നെയാണ് ലോകരാജ്യങ്ങൾക്ക് നൽകുന്നത്. കഴിഞ്ഞ മാസം ഒപ്പുവെച്ച അമേരിക്ക ഇറാൻ മെമ്മോറാണ്ടത്തിന് MOUക്ക് ഒരു ലംഘനമായി തന്നെയാണ് ഈ ഒരു നീക്കം നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇതിനിടെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബഹ്റിനിലും കുവൈത്തിലും GCC രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ ശക്തമായ ആക്രമണം നടത്തി എന്നുള്ളതാണ്. അതിനുള്ള പ്രത്യാക്രമണവും ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ശക്തമായി തന്നെ ഇതിനെ പ്രതിരോധിച്ചു എന്നുള്ള വിവരവും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് പിറകെയാണ് ബഹ്റിനിലും കുവൈറ്റിലുമുള്ള അമേരിക്കൻ കേന്ദ്രങ്ങളെ, സൈനിക ആസ്തികളെ ഒക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയത്. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കുന്നത്. നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശത്രുതാപരമായിട്ടുള്ള മിസൈലുകളെയും അതുപോലെ തന്നെ ആക്രമണങ്ങളെയും ഒക്കെ തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട്. അതിന് വേണ്ട വിധത്തിലുള്ള തിരിച്ചടികൾ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ അധികാരികൾ പുറപ്പെടുവിക്കുന്നത് അനുസരിച്ചുകൊണ്ട് അത് പാലിക്കണമെന്നുള്ള മുന്നൊരുക്കങ്ങളും അതുപോലെ മുന്നറിയിപ്പുകളും ഒക്കെ ഇപ്പോൾ നൽകി വരികയാണ്. ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ തന്നെ കുവൈറ്റും ശക്തമായി തന്നെ ഇതിനെ അപലപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അക്ഷയ, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.